നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ നിലപാടിൽ എന്തെങ്കിലും തിരുത്തൽ ഉണ്ടായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി സ്വാഭാവികമായും ആ നിലപാട് തിരുത്തേണ്ടതായിരുന്നു. പക്ഷേ അതിനു പകരം മാധ്യമപ്രവർത്തകർക്ക് നേരെ ക്ഷുഭിതനാകുന്നു എന്നതിനപ്പുറത്തേക്ക് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അതും ഒരു കേന്ദ്രമന്ത്രിയുടെ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മുടെ നാടിനെ തന്നെ, നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തെ തന്നെ ലജ്ജിപ്പിക്കുന്ന ഒരു നടപടിയായി മാറുന്നു. ഹാഷ്മി, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. രാവിലെ പോലും അത്തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരഭാഷ. ഇന്ന് രാവിലെ ഒല്ലൂർ പള്ളിയിലെത്തി അദ്ദേഹം മടങ്ങുന്ന സമയത്താണ്, അദ്ദേഹം വരുന്ന സമയത്ത് നമ്മൾ പ്രതികരണം ചോദിക്കുന്നില്ല, തിരിച്ച് അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് ഞാനാണ് പ്രതികരണം തേടുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല എന്നൊരു നിലപാട് CPM എടുക്കുന്നു, ഒരു കേന്ദ്രമന്ത്രി BJP MP എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് മുകേഷിനെ ഈ പറയുന്ന MLA സ്ഥാനത്ത് മാറ്റി നിർത്തൽ മാത്രമല്ല ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷ് ഉണ്ടാവുക എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ആ മേഖലയെ ബന്ധപ്പെട്ട WCC അടക്കമുള്ള എല്ലാവരും അവരുടെ നിലപാട് കൃത്യമായി തന്നെ പറയുന്നു. പാർട്ടിക്കുള്ളിൽ പോലും അല്ലെങ്കിൽ CPM എന്ന് പറഞ്ഞ LDF-നുള്ളിൽ പോലും മുകേഷിനെ മാറ്റി നിർത്തണം എന്നുള്ള നിലപാടുകൾ സജീവമായി നിൽക്കുമ്പോഴാണ് മുകേഷിന് വേണ്ടി കട്ടയ്ക്ക് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ ഒരു ഏകോദര സഹോദരൻ എന്ന മട്ടിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുക ഒരുപക്ഷെ സഹപ്രവർത്തക സ്നേഹമായിരിക്കാം. പക്ഷേ മുകേഷിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തന്നെ ഇപ്പോഴും പറയുന്നു, അത് ആരോപണങ്ങൾ തന്നെയാണ്. പക്ഷേ അത് ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ്. ഒന്നല്ല പലയാവർത്തിയുള്ള ആരോപണങ്ങൾ പല കോണിൽ നിന്ന് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു കേന്ദ്രമന്ത്രിയും എല്ലാം മറന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തക സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്ന ഇടം, തൊഴിലിടം എന്നുള്ള മലയാള സിനിമയിലെ സുരേഷ് ഗോപിയുടെ ജോലി ചെയ്യുന്ന ഇടം കൂടിയാണ്, നമ്മൾ അംഗീകരിക്കുന്നു. എങ്കിൽ കൂടിയും അതിൽ നടക്കുന്ന എല്ലാ നെറുകേടുകളെയും ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അതിനെ കണ്ണടച്ച് പറയുക, ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന് മാധ്യമങ്ങളെ പറയുക. ഓർത്തു നോക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് ഏതെങ്കിലും സുരേഷ് ഗോപിയുടെ, ഏതെങ്കിലും പൃഥ്വിരാജിന്റെയോ, ഏതെങ്കിലും അമ്മയുടെയോ, ഏതെങ്കിലും ഫെഫ്കയുടെയോ ഇടപെടലോ ശ്രമപ്രകാരവുമല്ല. അത് മാധ്യമപ്രവർത്തകരുടെ നിരന്തരമുള്ള വിവരാവകാശ രേഖകൾ പ്രകാരം നിരന്തരമുള്ള പോരാട്ടങ്ങൾ കൊണ്ടുകൂടിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ആ ഒരു തൊഴിൽ മേഖലയിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാത്ത രീതിയിലുള്ള സ്ത്രീ വേട്ടയുടെ വിവരങ്ങളാണ് 233 പേജുകൾ പുറത്തേക്ക് വരുന്നത്. മാധ്യമപ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. അതല്ലാതെ സർക്കാർ സ്വമേധയാ അത് പുറത്തുവിടുന്നതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലൊന്നും അത് പിന്നീട് കോടതിയിലേക്ക് എത്തുന്നത് പിന്നീടാണ്. ഇതിന് ആദ്യ സ്റ്റെപ്പ് സ്വീകരിക്കുന്ന മാധ്യമപ്രവർത്തകരാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ചുരുക്ക് സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇത് മാധ്യമങ്ങളുടെ തീറ്റയാണ് എന്നൊക്കെ ഒരു കേന്ദ്രമന്ത്രിക്ക് നിരക്കാത്ത ഭാഷയിൽ നിരക്കാത്ത വാക്കുകളിൽ സുരേഷ് ഗോപി പറഞ്ഞു. അത് പിന്നീട് മാധ്യമങ്ങൾ ചോദിക്കാൻ പോകുന്നത് അത് BJP സംസ്ഥാന അധ്യക്ഷൻ അത് BJPയുടെ നിലപാടല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. S. വിജയകുമാർ കൂടി ചേർന്ന്. വിജയകുമാർ, അപ്പോൾ K. സുരേന്ദ്രന്റെ ആ നിലപാട് ചോദിക്കും